സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവം എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ദൈവത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ സംസാരവും നോട്ടവും പ്രവൃത്തിയും കണ്ട് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മെ നോക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോക്കൂ, 5-ാം വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും. ശ്രദ്ധിക്കുക, ഹൃദയവിചാരങ്ങളുടെ നിരൂപണം. ആ വാക്ക് നാം ശ്രദ്ധിക്കണം. ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ. ലോകം മുഴുവൻ തിന്മയാണ്, ജനത്തിന് മുഴുവൻ തിന്മയായിരിക്കുന്നു, അതുപോലെ രാഷ്ട്രത്തിന് തിന്മയായിരിക്കുന്നു. ആ വാക്കുകളെല്ലാം മാറ്റിവെക്കൂ. അത് ഭൂമി മുഴുവൻ തിന്മയായിരിക്കുന്നത് കൊണ്ടാണ്. അതിനു മുൻപ് അതിന് കാരണമായ മനുഷ്യന്റെ നിരൂപണം എല്ലാം, അവന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണവും എല്ലായ്പ്പോഴും ദോഷമുള്ളതാകുന്നു. നിരൂപണം, അതിന്റെ അർത്ഥം എന്താണ്? നിരൂപിക്കുകയില്ല, ചിന്തിക്കുകയില്ല. മനുഷ്യൻ എല്ലായ്പ്പോഴും എപ്പോഴും എന്തെങ്കിലും നിരൂപിച്ചുകൊണ്ടേയിരിക്കും. 24 അവേഴ്സും മനുഷ്യന്റെ ജീവിതത്തിൽ നിരൂപണങ്ങൾ ഉണ്ടായിരിക്കും. ചിലർ ഉറങ്ങാൻ കിടന്നാലും ചിന്തിക്കുന്നുണ്ട്. മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ചിലർ ദുഷിച്ച കാര്യങ്ങൾ ചിന്തിക്കും, ചിലർ നല്ല കാര്യങ്ങളും. ചിലർ പാപത്തെക്കുറിച്ച് നിരൂപിച്ച് താലോലിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം ആലോചിച്ച് സമയം പോവും. നിരൂപണങ്ങൾ, ഹൃദയത്തിലുള്ള നിരൂപണമെല്ലാം അല്പമല്ല, സകലതും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ട്. ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. മനുഷ്യന്റെ ഉള്ളിലെ നിരൂപണങ്ങൾ മറ്റൊരു മനുഷ്യന് അറിയുവാൻ കഴിയുമോ? മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചനകളെ അറിയുവാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യൻ ഉണ്ടോ? അതും പോട്ടെ, മനുഷ്യരല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യന്ത്രങ്ങളുണ്ടോ? എക്സ്റേ വന്നു, സ്കാനിംഗ് വന്നു. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും സ്കാനിങ്ങിൽ കൂടി, ഇവൻ ബ്രെയിനിലുള്ള കുഴപ്പങ്ങളെ. എന്നാൽ ആരെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അറിയുവാൻ കഴിയുന്ന ഒരു യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണമെല്ലാം എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട്, അയ്യോ, ഈ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടി വന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ദൈവം ദുഃഖിച്ചുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കേണ്ട അവസ്ഥ വന്നത്? ഇവരോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിന് വേണ്ടി, ഇവർക്ക് വേണ്ടി മനോഹരമായ സൃഷ്ടികളെല്ലാം ഞാൻ ഉണ്ടാക്കി. എന്തെല്ലാം കാര്യങ്ങളെ ഞാൻ ക്രമീകരിച്ചു. പക്ഷികൾ, വൃക്ഷങ്ങൾ, നല്ല അന്തരീക്ഷം, കാറ്റ്, വെള്ളം, വെളിച്ചം, ഭൂമിയും ആകാശവും. ഉൽപ്പത്തി നോക്കിയാൽ സകലവും നല്ലത്, നല്ലത്, നല്ലത്. ദൈവം സൃഷ്ടിച്ച സകലതും നല്ലതായിരുന്നു. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതായിരുന്നു. മനുഷ്യൻ മാത്രമാണ് ചീത്തയായത്. എല്ലാം നല്ലതായി സൃഷ്ടിച്ച് അവസാനം ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ചീത്തയായി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് വിചാരിച്ച് ഒരു തുണയെ കൊടുത്തു. രണ്ടുപേരുമായിരുന്നപ്പോൾ അവൾ എന്തു ചെയ്തു? അനുസരണക്കേട് കാട്ടി. ഇവളില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഈ അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു എന്ന് കംപ്ലൈന്റ് ചെയ്തു. ശരി, നിങ്ങൾ അങ്ങനെയാകുന്നുവെങ്കിൽ നിങ്ങൾ ഇനി 4 പേരാകട്ടെ എന്ന് പറഞ്ഞിട്ട് 4 പേരാക്കി മാറ്റി. എന്തുപറ്റി? മൂത്തവൻ ഇളയവനെ കൊന്നു. ലോകത്തിലുള്ളത് 4 പേരാണ്. അത് 2 സഹോദരന്മാർ. ആ സഹോദരനെ നോക്കൂ. പിശാചിന്റെ സ്വഭാവങ്ങൾ, ഈർഷ്യ, ദേഷ്യം, കോപം എല്ലാം ഇപ്പോഴുള്ളതല്ല, അന്നു മുതലേ ഉള്ളതാണ്. എപ്പോഴാണോ മനുഷ്യൻ പാപം ചെയ്ത് ആജ്ഞ ലംഘിച്ചത്, അന്നു മുതൽ അവന്റെ നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതായി മാറി. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അങ്ങനെ കാണുന്നുവെങ്കിലും കയീൻ ഹാബേലിനെ പെട്ടെന്ന് കൊന്നില്ല. അവസരം നോക്കിക്കൊണ്ട്, കൃഷി സ്ഥലത്ത് ചെന്നപ്പോൾ അവസരം നോക്കിക്കൊണ്ട് ആ ദേഷ്യം മനസ്സിൽ ഒളിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കയീനെ, നീ കോപിക്കുന്നത് എന്തിന്? നീ നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ നിനക്ക് തലയുയർത്താമായിരുന്നല്ലോ എന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും അനുജന്റെ അടുത്ത് ചെന്നിട്ട് നിരപ്പ് പ്രാപിക്കാനിടയായില്ല. അവൻ ആരോടും, മാതാപിതാക്കളോടും ഒന്നും തന്നെ തന്റെ ഉള്ളിലുള്ള ഭാവങ്ങളെ പറയാനിടയായില്ല.
ആ കോപം അങ്ങനെ ഊതി പെരുപ്പിച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് അവസാനം കൊലപാതകം ചെയ്യാനിടയായി, തന്റെ സ്വന്തം അനുജനെ കൊല്ലാനിടയായി. അപ്പോൾ മുതൽ തന്നെ ഇന്നും മനുഷ്യന് ഒരാൾ കൊല്ലുന്നത്, ഒരാളുടെ മേൽ ഒരാൾക്ക് അസൂയ ഉണ്ടാകുന്നത്, ഒരാൾ മറ്റൊരാളെ വെറുക്കുന്നത്, വിമർശിക്കുന്നത്, കുറ്റം പറയുന്നത്, വിധി കൽപ്പിക്കുന്നതെല്ലാം ഒരാളുടെ നാശം കണ്ടിട്ട് സന്തോഷിക്കുന്ന മനുഷ്യന്റെ രീതി. എന്തൊക്കെ ചെയ്താലും എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുക. ലോകം മുഴുവൻ ഇങ്ങനെയുള്ള ചിന്തകളാൽ, സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള ചിന്തകളാൽ ഉള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എന്തെല്ലാം ആശ കൊണ്ടായിരിക്കും ദൈവം നമ്മെ സൃഷ്ടിച്ചതെന്നറിയാമോ? അവന്റെ സ്വാധീനത്തെ, അവന്റെ ബലത്തെ, ദൈവത്തിന്റെ ശക്തിയെ നമ്മിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ദൈവം വിചാരിച്ചപ്പോൾ, നമ്മിൽ കൂടി ദൈവത്തിന്റെ വലിയ മഹത്വത്തെ വെളിപ്പെടുത്തണമെന്ന് ദൈവം വിചാരിച്ചപ്പോൾ, അവസാനം നാം എന്തായിത്തീർന്നെന്നാണ്? കൊള്ളരുതാത്തവരായി തീർന്നു. നമുക്കറിയാം, പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെക്കുറിച്ച് നല്ല ഒരു IAS ഓഫീസറാക്കി അവനെ മാറ്റണം, ഒരു മെഡിക്കൽ ഡോക്ടറാക്കി അവനെ മാറ്റണം, നല്ലൊരു എഞ്ചിനീയർ ആക്കണം, പഠിപ്പിച്ച് PhD എടുത്തിട്ട് അവനെ വിദേശ രാജ്യത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞ് വസ്തു പണയം വെച്ചിട്ട്, വീട് വെച്ചിട്ട്, ലോൺ എടുത്ത്, കടങ്ങൾ വാങ്ങിയിട്ട് ആ മകന് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് അവനെ പഠിപ്പിച്ചതിന് ശേഷം, അവനെല്ലാം പഠിച്ചതിന് ശേഷം ഒന്നിനും കൊള്ളരുതാത്തവനായി മാറിയെന്ന് വിചാരിക്കൂ. ഡ്രഗ് അഡിക്റ്റായി മാറിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒളിച്ചോടിപ്പോയി എന്ന് വിചാരിക്കൂ. ആ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെ പോയി നിങ്ങളുടെ മകൻ? ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ, എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എവിടെയാണ് നിങ്ങളുടെ മകൻ എന്ന് ചോദിക്കുമ്പോൾ ആ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? എന്തിനാണ് അവന്റെ കാര്യം നിങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്? ഒന്നിനും കൊള്ളാത്തവനായി മാറിയവൻ ആർക്കും പ്രയോജനമില്ലാത്തവനായി തീർന്നിരിക്കുന്നു. ഒരു മകൻ ചെയ്ത കുഴപ്പം പിതാവിന് സഹിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇത്ര മനുഷ്യനെ സൃഷ്ടിച്ചതായ, സൃഷ്ടികളെ ഉണ്ടാക്കിയ സൃഷ്ടികർത്താവ് നാം എല്ലാവരും അവന്റെ മക്കളാണ്. നമ്മളെ അവൻ എത്രമാത്രം സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ, ഒരു പിതാവ് തന്റെ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിച്ചു. ഒരു മാതാവിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ച പരമപിതാവ് നീ നല്ല വ്യക്തിയായി മാറുമെന്ന് വിചാരിച്ച് നിനക്ക് നല്ല ആരോഗ്യം നൽകി, നല്ല ജ്ഞാനം നൽകി, നല്ല സമ്പത്ത് നൽകി, നിന്നെ അനുഗ്രഹിച്ച സമയത്ത് അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അവന്റെ സാക്ഷ്യത്തിലും വളരുന്നതിന് പകരമായി ഒന്നിനും കൊള്ളാത്തവനായി, ദൈവത്തിന്റെ നാമത്തിന് ലജ്ജ വരുത്തുന്ന രീതിയിൽ നീ ആയിരിക്കുമ്പോൾ അതെത്ര വേദനയാണ് ആ പിതാവിനുണ്ടാക്കുന്നത്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്, അവരുടെ വായിൽ ശാപവും. എന്താണത്? മനുഷ്യനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത്? നന്മ ചെയ്യുന്നവനില്ല, ആരുമില്ല. അവന്റെ തൊണ്ട തുറന്ന ശവക്കുഴി. ദൈവം നമുക്ക് ശബ്ദം നൽകിയത് അവനെ ആരാധിക്കാനാണ്, അവന്റെ നാമത്തെ മഹത്വപ്പെടുത്താനാണ്, അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, അവന്റെ വചനങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഇന്നുള്ള മനുഷ്യർ അവന്റെ തൊണ്ട എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചാരായം കുടിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർ ബോട്ടിൽ തുറന്ന് വായിലേക്ക് ഒഴിക്കുന്നത്. തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടേത്. എത്ര കുടിച്ചാലും മത്ത് കയറില്ല, തൃപ്തിയാവില്ല. മദ്യപിക്കുന്ന വ്യക്തികൾ എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്കറിയാമോ ക്രിസ്ത്യാനികൾ മദ്യപിക്കുമോ? ക്രിസ്ത്യാനികൾ മദ്യപിക്കത്തില്ല. ക്രിസ്ത്യാനി വേറെ, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവർ വേറെയാണ്. ഇത് ലോകത്തിനറിയില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അനേകം ആളുകളുണ്ട്. ക്രിസ്തീയ പേരിട്ടിരിക്കുന്നവർ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവർ, ക്രിസ്തീയ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന അങ്ങനെ അനേകം ആളുകളെ കാണാൻ കഴിയും. എന്നാൽ യഥാർത്ഥമായ ക്രിസ്ത്യാനി, ക്രിസ്തു ഹൃദയത്തിലുള്ളവനാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി.
വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വീണ്ടെടുക്കപ്പെട്ടവനാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി. യഥാർത്ഥമായ ക്രിസ്ത്യാനി മദ്യപിക്കില്ല, കള്ളം പറയില്ല, ലൈംഗികത നിറഞ്ഞ പാപത്തിന് സ്ഥാനം കൊടുക്കില്ല, അതുപോലെയുള്ള കാര്യങ്ങൾ മോഹിക്കില്ല, കോപിക്കാനും വെറുക്കാനും ഇടയാകില്ല, ശത്രുക്കളെ സ്നേഹിക്കാൻ ഇടയാകും, ദൈവത്തെ സ്നേഹിക്കും, കൈക്കൂലി വാങ്ങില്ല, വഞ്ചന കാണിക്കില്ല, പലിശ വാങ്ങില്ല. ഇതെല്ലാം ബൈബിളിലുള്ള കാര്യമാണ്. നിങ്ങൾ പോയി വായിക്കണം. ഒരു യഥാർത്ഥമായ ക്രിസ്ത്യാനിയിൽ കാണേണ്ടതായ ഗുണങ്ങൾ. പലിശയും കൂട്ടുപലിശയും വാങ്ങിച്ചിട്ട് ദൈവം നൽകിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും അംഗീകരിക്കുമെന്നാൽ ദൈവം അംഗീകരിക്കില്ല. ദൈവത്തിന്റെ കൂടാരങ്ങളിൽ വസിക്കുന്ന ആരും തന്നെ തന്റെ സമ്പത്ത് പലിശയ്ക്ക് കൊടുക്കില്ല. കൈക്കൂലി ന്യായത്തെ മറിച്ചു കളയുന്നു. കൈക്കൂലിക്കാരൻ തന്റെ വീടിനെ നശിപ്പിച്ചു കളയുകയാണ്. കൈക്കൂലി, വഞ്ചന, നുണകൾ, കള്ളക്കണക്ക്, ഇതെല്ലാം വഞ്ചനയും ചതിയുമുള്ള ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന കാര്യമാണ്. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ നീ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുമാകുന്നു. നീ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു രഹസ്യവുമില്ലാത്തത് കൊണ്ട്. യഥാർത്ഥമായ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഒരു രഹസ്യവുമില്ല. നിന്നെ ആരും ബ്ലാക്ക്മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതം തുറന്ന പുസ്തകം പോലെയാണ്. എൻ്റെ കർത്താവിന് മുൻപിൽ ഞാൻ നിഷ്കളങ്കനാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം, ഒരുപക്ഷെ അപമാനിച്ചേക്കാം, നിന്റെ മേൽ അന്യായമായിട്ട് കുറ്റാരോപണങ്ങൾ നടത്തിയേക്കാം. എന്നാൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവത്തിന് മുൻപിൽ വ്യക്തമായിരിക്കും, സ്ഫടികം പോലെയായിരിക്കും. പാപം എങ്ങനെയാണ് പെരുകുന്നതെന്ന് ചോദിച്ചാൽ, പാപം എന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു രോഗമാണ്. പകർച്ചവ്യാധി പോലെ ഉള്ളതായ ഒരു രോഗമാണ്. കൊറോണ വൈറസ് ഇത്രയും കുഴപ്പമില്ല. എന്നാൽ പാപമാകുന്ന വൈറസ് അതിനേക്കാൾ കൂടുതൽ എഫക്റ്റാണ്. അനേകം ആത്മീയർ ഇതിനാൽ മരിച്ചു പോകുന്നു. നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി കാക്കൂ. നിന്റെ ശരീരത്തിൽ നിനക്കും ദൈവത്തിനുമല്ലാതെ മറ്റാർക്കും അധികാരം ഉണ്ടായിരിക്കാൻ പാടില്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിലും ഭർത്താവിന് ഭാര്യയിലും അധികാരമുണ്ടല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ഒരു മനുഷ്യനും നിന്റെ മേൽ അധികാരമില്ല എന്ന് ഓർക്കണം. നിന്നെ വില കൊടുത്തിട്ട് വാങ്ങിയ ദൈവം ആണവൻ, കർത്താവായ യേശു ക്രിസ്തു. നിന്റെ ശരീരത്തെ ജാഗ്രതയോടെ കാക്കുക. നീ എന്താണോ കേൾക്കുന്നത്, എന്താണോ സംസാരിക്കുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, ഇതിനെല്ലാത്തിനും വേണ്ടി ഒരു ദിവസം കർത്താവിനോട് കണക്ക് പറയണം. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം. അവരുടെ വായ് നിറയെ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. അടുത്തത് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. എന്താണ് അവർക്കില്ലാത്തത്? ദൈവത്തിലുള്ള ഭയമില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം കാണുന്ന ദൈവം ഒരുവൻ ഉണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അപ്പോൾ അറിയുന്ന ദൈവം ഒരുവനുണ്ട്. ദൈവം ഒരുവനുണ്ട്, അവനോട് ഞാൻ കണക്ക് ബോധിപ്പിക്കണം എന്നുള്ള ഭയം ആർക്കും ഇല്ല. ദൈവത്തോടുള്ള ഭയം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തോടുള്ള ഭയമെന്നാൽ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഈ തെറ്റ് ചെയ്താൽ ദൈവം എത്രമാത്രം വിഷമിക്കുന്നു എന്ന ഭയമുണ്ടാകണം. എങ്ങനെയുള്ള ഭയം? എനിക്ക് വേണ്ടി പ്രാണൻ തന്ന ദൈവത്തെ ഞാൻ ദുഃഖിപ്പിച്ചാൽ അവൻ വിഷമിക്കുമെന്നുള്ളതായ ഭയം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അവനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഭയത്തോടെ നാം ആയിരിക്കണം. അവനെ വിഷമിപ്പിക്കരുത് എന്നുള്ള ഭയത്തോടുകൂടി നാം പിശാചിന് ഇടം കൊടുക്കാതെ ജീവിക്കേണ്ടതാണ്. അതാണ് ദൈവഭയമെന്നാൽ. എൻ്റെ യേശു എന്നെ നോക്കി ദുഃഖിക്കുവാൻ ഇടവരരുത്, അവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ജീവിക്കരുത് എന്നുള്ള ഭയമുള്ളവൻ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവൻ, അവൻ ലോകത്തെ ഭയപ്പെടില്ല, പിശാചിന് കീഴ്പ്പെടില്ല, പാപത്തിന് ഇടം കൊടുക്കില്ല. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ. ഒരു തവണ ഞങ്ങളെ ശ്രദ്ധിക്കുമാറാകണമേ. ഞങ്ങളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ലോകം നശിച്ചു പോകുന്നു. ഞങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ ലോകത്തിന്റെ അവസ്ഥ വളരെ ഭീകരമായിരിക്കുന്നു. നിന്റെ കോപം വർദ്ധിച്ചിട്ട് അത് കാരണം രാജ്യങ്ങൾ നശിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക്, ഈ ലോകം അവസാനിക്കാൻ പോകുന്ന സ്ഥിതിയാണ് ഞങ്ങൾ കാണുന്നത് ദൈവമേ. ഈ ലോകാവസാനത്തിൻ്റെതായ തെളിവുകൾ ഞങ്ങൾ കാണുന്നുണ്ട് ദൈവമേ. ലോത്തിന്റെ കാലത്തെ നോഹയുടെ കാലത്തെ പോലെ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാതെ അനുസരണം കെട്ടവരായി പോകുന്ന അവസ്ഥയിലാകുന്നു. ഈ പാപം നിറഞ്ഞതായ ലോകത്തിൽ, നശിച്ചു പോകുന്നതായ ലോകത്തിൽ കർത്താവേ, നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾക്ക് പലപ്പോഴും നിൽക്കുവാൻ കഴിയുന്നില്ല. വിശുദ്ധിയോടെ ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പരീക്ഷണങ്ങളെ ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല.
പിശാചിന്റെ തന്ത്രങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നുണ്ട്. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണമേ. എല്ലാ മക്കളെയും നീ കരം പിടിച്ചു നടത്തുമാറാകണമേ. നിന്റെ മക്കളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഏത് രോഗവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്? ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നസറയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് നീ വലിയ വിടുതൽ കൊടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ, വഞ്ചനയുടെ ആത്മാക്കളെ നസറയനായ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. തെറ്റായ ആളുകളിൽ നിന്ന്, തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന്, തെറ്റായ സ്നേഹ ബന്ധങ്ങളിൽ നിന്നും, തെറ്റായ പ്രവർത്തികളിൽ നിന്നുമൊക്കെ ഞങ്ങളെ വിടുവിക്കൂ കർത്താവേ. നിന്റെ സാക്ഷികളായി, യഥാർത്ഥ ക്രിസ്ത്യാനികളായി നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.